ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡെയ്സി. എൻ്റെ പേര് ഡെയ്സിയാണ്. പിന്നെ ഇന്നെന്താ നമ്മുടെ പരിപാടി എന്നല്ലേ? ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഉപ്പുമാവാണ്. ഇതാണ് നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കുന്ന സാധനം. ഇതിൻ്റെ പേര് ഗോധി റവ എന്നാണ്. ഗോധി റവ എന്നാൽ ഇവിടെ കർണാടകത്തിൽ ഞങ്ങളിതിനെ സജിക എന്ന് പറയും. സജിക ഉപ്പിട്ട് ಮಾಡುತ್ತದೆ ಹೇಳ್ತದೆ കന്നഡದಲ್ಲಿ. ഇതിനെ കൊണ്ട് നമുക്ക് ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് കാണിച്ചു തരാം. ഇതാണ് ഞങ്ങൾ കർണാടകത്തിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്. ബോംബെ റവയല്ല നമ്മൾ കർണാടകത്തിൽ യൂസ് ചെയ്യുന്നത്. ജാസ്തി യൂസ് ചെയ്യുന്നത് ഗോധി റവ. ഈ റവേനെ കൊണ്ടാണ്. ഇത് ഗോതമ്പിൻ്റെ ചെറിയ തലനാന്ന് തോന്നുന്നു. ഇങ്ങനെ പാക്കറ്റിലാണ് വരുന്നത്. ഇതാണ് നമ്മുടെ ഉപ്പിട്ട് മാറുന്ന സാധനം. അപ്പോൾ നമുക്ക് ഈ ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇവിടെ കുറച്ച് ഉള്ളി ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് തക്കാളി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് കരിവേപ്പില, കുറച്ച് 2 പച്ചമുളക്, ഒരു തുണ്ട് ഇഞ്ചി ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് കടുക് താളിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ഉഴുന്ന് പരിപ്പ് കുറച്ച് ഇട്ട് കൊടുക്കണം. പിന്നെ വേണ്ടത് നമുക്ക് തേങ്ങ ചിരകിയത്. ഇതും കൂടി ഇട്ട് നമുക്ക് എങ്ങനെ ഈ ഉപ്പുമാവ് റെഡിയാക്കുന്നതെന്ന് നോക്കിയാലോ? എല്ലാ കൂട്ടുകാരും നമുക്ക് ഉപ്പുമാവ് നോക്കാം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. ഇതാണ് നമ്മുടെ ഗോതമ്പ് റവ, സൂചി ഗോതമ്പ് റവ. ഇതിനെ നമ്മൾ ഇനി എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഉപ്പുമാവ് ഉണ്ടാക്കുന്നതിന് മുമ്പ് ആദ്യമേ ഒന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ഇത് ചെറുതായിട്ട് റോസ്റ്റ് ചെയ്തില്ലെങ്കിൽ അതിൻ്റെ ഒരു പച്ചമണം പോലെ ഉണ്ടല്ലോ, ആ പച്ചമണം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ഒന്ന് റോസ്റ്റ് ചെയ്യണം ചെറുതായിട്ട്. ഒരു 2 മിനിറ്റ് മതി. 2 മിനിറ്റ് അതിനൊന്ന് ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത് എടുത്ത് എന്നിട്ട് വേണം നമ്മൾ ഉപ്പുമാവാക്കാൻ. ഈ റവയുണ്ടല്ലോ, ഇത് കൂടുതലും കർണാടകത്തിലാണ് യൂസ് ചെയ്യുന്നത്. കേരളത്തിൽ നമ്മളിതിന് പകരം ഈ ബോംബെ റവ, വെളുത്തിരിക്കുന്ന ബോംബെ റവയാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇവിടെ കൂടുതലും ഇതാണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. ഉപ്പുമാവാക്കി നമ്മൾ രണ്ടും പരീക്ഷിച്ച് നോക്കിയതാണ്. സാധാരണ നമ്മൾ ബോംബെ റവ അതുണ്ടാക്കി കഴിക്കുന്നതിലും ടേസ്റ്റ് ഈ സജികയുടെ ഉപ്പുമാവാക്കുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റ്. ഇത് പൊടിയാണ്. ഇത് വെള്ളം കെട്ടുമോ കട്ട പിടിക്കുമോ ഒന്നും ചെയ്യത്തില്ല കേട്ടോ. നല്ല പൊടിഞ്ഞിരിക്കും. അത് കാരണം ഇത് കഴിക്കാനും ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ കറികൾ കൂട്ടി കഴിക്കാം. പിന്നെ വെറുതെ കഴിക്കുന്നവർക്ക് മിക്സറൊക്കെ ഇട്ട് ഇതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം. ഏത് രീതി വേണേലും കഴിക്കാം കേട്ടോ. എല്ലാം പഴം കൂട്ടി കഴിക്കാം. പഴവിട്ടൊക്കെ നല്ലതാണ്. ഇളക്കി യോജിപ്പിച്ച് പുട്ടൊക്കെ തിന്നുന്ന പോലെ നല്ല ടേസ്റ്റാണ് ഇത് പ്രത്യേക ടേസ്റ്റാണ് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ. ഈ രീതിയിൽ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നല്ല രസം. അത് തിന്നു കഴിഞ്ഞ് നല്ല ടേസ്റ്റാണ്. ഇത് എവിടെയെങ്കിലും നിങ്ങൾക്കൊക്കെ ഇത് എവിടെയെങ്കിലും മേടിക്കാൻ കിട്ടുമായിരിക്കും. കണ്ടില്ലേ, കുഞ്ഞ് തരിതരി പോലത്തെ കുഞ്ഞത്, പഞ്ചസാരയെക്കാളും കുഞ്ഞ് തരിയ. ഇതുണ്ടല്ലോ, ഇതുകൊണ്ട് ഒരു പ്രാവശ്യമെങ്കിലും ഉപ്പുമാവ് ഉണ്ടാക്കിയൊന്ന് നോക്കണേ. ഇത് പാക്കറ്റ് വരുന്നത്. ഇത് 500 ഗ്രാമാണ്. ഈ ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ ഇതിന് പാകത്തിനും വറുത്തിട്ട് ഇത് ലാസ്റ്റ് വെള്ളം ഒഴിക്കുമ്പോൾ ഇത് മൂടിക്കിടക്കാം. നകർന്ന് പാകത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. എത്ര ഉപ്പുമാവ് ഉണ്ടാക്കുന്നോ അത്രയും മാത്രം വെള്ളം ഒഴിച്ച് കൊടുത്ത് അത് മെല്ലെ ഒന്ന് വറ്റി വരുമ്പോൾ ഇളക്കി തോർത്തി എടുക്കുമ്പോൾ ഉണ്ടല്ലോ, പൊടിയായിട്ട് ഇങ്ങ് വരും കേട്ടോ. എന്ത് രസമാണെന്നറിയോ, സ്മൂത്തായിരിക്കും കഴിക്കാൻ. സ്മൂത്ത് ഒന്നുമില്ലേലും വെറുതെ കഴിക്കാൻ തോന്നും. പിന്നെ ഇത് പ്രമേഹ രോഗികൾക്കും BP ഉള്ളവരും കൊളസ്ട്രോൾ ഉള്ളവരും എല്ലാവർക്കും നല്ലതാണ് കേട്ടോ ഇത് കഴിക്കുന്നത്. ഡയറ്റ് നോക്കുന്നവർക്കും ഒക്കെ നല്ലതാണ്. രാവിലത്തെ ഒരു നേരം ബ്രേക്ക്ഫാസ്റ്റ് ഇതൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്. മറ്റേ റവ എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഇച്ചിരി കൂടെ ഗുണകരമായിട്ടുള്ള തോന്നിയേക്കുന്ന ഇതാണ് കേട്ടോ. ഇത് നല്ല ഒരു ഇതാണ്. അപ്പം ഞങ്ങൾ കൂടുതൽ യൂസ് ചെയ്യുന്ന ഇതാണ്. അപ്പോൾ നമ്മുടെ ഇത് റോസ്റ്റായി. അപ്പോൾ നമ്മുടെ ചട്ടി ചൂടായി. എണ്ണ ഒഴിച്ചു. ഒരു 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് അതിലേക്ക് കടുകിട്ട് കൊടുക്കുന്നു. കടുക് പൊട്ടി വരുമ്പോഴത്തേനും നമുക്ക് ഈ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഇഞ്ചിയും പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും പച്ചമുളകും കൂടെ മൂത്ത് വരുമ്പോഴത്തേനും നമുക്ക് ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിന് നല്ലപോലെ ഒന്ന് വഴന്ന് കിട്ടണം.
അതിൻ്റെ കൂടെ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് പെട്ടെന്ന് വഴന്ന് കിട്ടാം. എന്നിട്ട് നമുക്കിതിനെ നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഇത് നല്ലതുപോലെ വഴന്ന് വന്നതിന് ശേഷം നമുക്ക് ഇതിലൂടെ തക്കാളി ഇട്ട് കൊടുക്കണം. അങ്ങനെ നമ്മുടെ ഉള്ളിയും ഇഞ്ചിയും മുളകും കരിയാപ്പിലയും പെരുന്നപരിപ്പും എല്ലാം പാകത്തിന് മൂത്ത് വന്ന് കഴിയുമ്പം, നല്ലപോലെ വഴന്ന് മൂത്ത് വന്ന് കഴിയുമ്പം നമ്മൾ ഈ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇതിൻ്റെ കൂടെ ചേർക്കണം. തക്കാളി ഇട്ട് ഇനി നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് മൂത്ത് വരണം. തക്കാളി നല്ലതുപോലെ ഉടയണം. അപ്പോൾ നമ്മൾ ഇത് വഴന്നു വന്നിരിക്കുന്ന ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. മഞ്ഞൾ പൊടി ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി ചൂടാക്കി വെച്ച് അടുത്തത് എന്താണ് നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ്? നമ്മുടെ തേങ്ങയാണ് അടുത്ത് ഇട്ട് കൊടുക്കുന്നത്. തേങ്ങയും കൂടി ഇട്ട് കൊടുത്തിട്ട് അതിന് മെല്ലെ ഒന്ന് ചൂടാക്കി റോസ്റ്റ് ആക്കുന്ന രീതിയിലൊന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ ഇളക്കി ഫ്രൈ ചെയ്യുന്ന പോലെ ആക്കിയെടുക്കണേ. ചെറുതായിട്ട് ഇതൊന്ന് ഫ്രൈ ആയി വന്നു കഴിയുമ്പോൾ നമ്മൾ പാകത്തിന് ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ഉപ്പൊക്കെ ഇട്ട് കൊടുത്തതാണല്ലോ. അപ്പോൾ ആ സമയത്ത് നമ്മൾ വെള്ളമെല്ലാം ഒഴിച്ച് കഴിയുമ്പോൾ ഉപ്പ് പാകമാണോ ഇല്ലയോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. കുറവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ഇച്ചിരിയും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ സൗകര്യത്തിന് ഉപ്പൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് യൂസ് ചെയ്യുക. അപ്പോൾ ഇത് ഇങ്ങനായി. ഇനി ഞാൻ ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പോവുക. അപ്പോൾ നമ്മൾ ഇതിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം പാകത്തിന് ഒഴിച്ച് കൊടുത്ത് ഒരു 500 ഗ്രാമിന് ഒരു 3 കപ്പ് വെള്ളം മതിയായിരിക്കാം. അത്രയും വേണ്ടുള്ളൂ. അപ്പം എന്നിട്ട് നമ്മൾ ഇത് തിളയ്ക്കാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കണം. അപ്പം നമ്മുടെ ഉപ്പുമാവിനുള്ള വെള്ളം തിളച്ച് കേട്ടോ. വെള്ളം തിളച്ച് കഴിഞ്ഞിട്ട് ഇതുപോലെ കൊതി വന്നു. അത് കഴിയുമ്പോൾ നമുക്ക് തീ ഇച്ചിരി കുറച്ച് വെച്ചിട്ട് സിമ്മിലിട്ടിട്ട് നല്ല ഇതിട്ട് കൊടുക്കുന്നു. നമ്മുടെ റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന സജിക ഇട്ട് കൊടുക്കുവാണ്. ഇങ്ങനെ മെല്ലെ ഇട്ട് ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച് ഇങ്ങനെ കൊടുക്കണം. എല്ലാം കൂടെ ഒറ്റ കമത്തരുത്. മെല്ലെ ഇട്ട് ഇങ്ങനെ യോജിപ്പിക്കണം. യോജിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇത് വേഗം വെള്ളം കുടിക്കാൻ തുടങ്ങും. ഈ സജിക വെള്ളം വേഗം കുടിച്ചിട്ട് ഇത് വീർത്ത് നല്ല പൊടിയായിട്ട് വരും. ഇതിനെ നമ്മളിത് എന്നാ ചെയ്യുക? ഇതിനെ ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കണം. ഇങ്ങനെ തട്ടിപ്പൊത്തി വെക്കുക. ഇങ്ങനെ വെച്ചിട്ട് ചെറു തീയിൽ സിമ്മിലിട്ട് ഇതിനെ ആവി കയറ്റുക. അപ്പോൾ അതവിടെ ഇരുന്ന് അങ്ങോട്ട് വീർത്ത് വെന്ത് നല്ല ഭംഗിയായിട്ടിങ്ങ് വരും. അപ്പം നമ്മൾ അതിനെ ഇളക്കി ഇങ്ങനെ എടുക്കണം. ഇനി നമ്മളിത് കുറച്ച് സമയം ഒരു 2 മിനിറ്റ് സെക്കൻഡ് ഇങ്ങനെ വെച്ചിട്ട് അതിൻ്റെ മൂടിയെടുത്ത് മൂടിക്കൊടുക്കണം ആവി ശരിക്കും വരെ. അപ്പം നമ്മുടെ ഉപ്പുമാവ് റെഡിയായോ നമുക്ക് നോക്കിയാലോ. അപ്പം നമ്മൾ അതിൻ്റെ മൂടിയൊന്ന് മാറ്റിക്കൊടുത്ത് ഇളക്കി ഇട്ട് നോക്കാം എങ്ങനെയായെന്ന്. റെഡിയായി വന്നു. ഇത് ഇളക്കം തോറും പൊടിഞ്ഞ് വരും. ഇല്ല, ഒന്നിനെ തൊടാതെ കട്ടാതെ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ വരും. നല്ല ಸ್ಮೂತ್ ಉಪ್ಪಿಟ್ಟು ಒಂದು ಟ್ರೈ ಮಾಡಬೇಕು. ಈಗ ಇದೇ ಥರ ಉಪ್ಪಿಟ್ಟು ಮಾಡಲಿಕ್ಕೆ
ಒಂದು ಟ್ರೈ ಮಾಡಬೇಕು. എല്ലാം പോയി എല്ലാം തോർന്നു വന്നു. അടിപൊളി ആയിട്ട് ഇതാ എല്ലാം കണ്ടോ പൊടി പൊടിയായിട്ട് അങ്ങനെ നമ്മുടെ ഉപ്പുമാവ് റെഡിയായി. നമ്മുടെ ഉപ്പുമാവ് റെഡിയായി. ഇത്രയേ ഉള്ളൂ സജ്ജിക ഉപ്പുമാവ് ഉണ്ടാക്കുന്ന റെസിപ്പി. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഈ ഗോതിയുടെ സജ്ജികയുടെ ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തോ പറയാ, ഗോതമ്പ് റവ. കന്നഡ പറയുമ്പോൾ അറിയാതെ മലയാളവും വരത്തില്ല. ഹായ്, വീഡിയോക്ക് ഹായ് പറഞ്ഞേ. ഹായ് ഹായ് പറഞ്ഞേ. ഹായ് പറഞ്ഞേ. ഹായ് ഹായ് ഹായ്. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഉപ്പുമാവ്, അതായത് ഉപ്പിട്ട് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഈ വീഡിയോയ്ക്കായി നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടി ഞങ്ങളെ അറിയിക്കുക. ഞങ്ങളെയും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. എങ്കിൽ ഇനി അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.